ഹലോ കൂട്ടുകാരെ, ഇന്നൊരു സംഭവം ഉണ്ടായിട്ടോ. ഞാൻ ഇന്ന് കാലത്ത് ഓഫീസിലേക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോഴേക്കും വേഗം ബസ് വന്നു. അങ്ങനെ വേഗം ബസ്സിൽ കയറി നോൾ കാർഡ് സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ നോൾ കാർഡ് സ്കാൻ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി കാട്ടി യുവർ ബാലൻസ് ഇസ് ടു ലോ, 10 ദിർഹം ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ നോൾ കാർഡ് എങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എഴുതി കാട്ടിയപ്പോൾ എനിക്ക് 3 ദിർഹം മതി കേട്ടോ എൻ്റെ ഓഫീസിലേക്ക് പോകാൻ. അവിടെ അടുത്താണ്. അപ്പോൾ എനിക്ക് പോകാൻ കുഴപ്പമില്ല, വരേണ്ട കാര്യമാണ് കേട്ടോ ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല, എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം നമ്മുടെ ഓൺലൈനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 50 ദിർഹം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പോൾ ഞാനങ്ങനെ നേരെ ഓഫീസിലെത്തിയപ്പോൾ ഫസ്റ്റ് എന്നെ ചെയ്തത് വേഗം ഈ നോൾ കാർഡിൽ ഓൺലൈൻ വഴി ഞാനൊരു 50 ദിർഹം റീചാർജ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അത് കേട്ടോ ഓക്കെ റീചാർജ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് 5 മണി വരെ ഡ്യൂട്ടി. അപ്പോൾ പോകുമ്പോഴേക്കും അത് ആക്റ്റീവ് ആയിക്കോളും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 3 മണിയായപ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി കേട്ടോ നോൾ കാർഡ്. ഈ നമ്പർ, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാൻ പറ്റും നോൾ കാർഡ് ബാലൻസ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പെൻഡിങ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഈ 50 ദിർഹം അവിടെ കിടക്കുന്നു. അപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടില്ല. ചേച്ചി എന്താ സംഭവം, സമയമാണെങ്കിൽ 5 മണി ആവാനും പോകണം. ഞാൻ എങ്ങനെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകും ദൈവമേ എന്ന് ആലോചിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ കാലത്ത് ഇട്ടേണ്ടി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായിട്ട് ഉണ്ടാവാറ്. കാരണം ഞാൻ ബാലൻസ് കുറയുന്ന സമയത്ത് തോന്നില്ല, ഇല്ലെങ്കിൽ ചേട്ടൻ എൻ്റെ നോൾ കാർഡ് റീചാർജ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളെന്ന് വെച്ചാൽ അടുത്തുള്ള നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ നോൾ കാർഡ് റീചാർജ് ചെയ്യാനുള്ള മെഷീൻ, ആ മെഷീനിൽ പോയിട്ട് നമ്മുടെ ബാലൻസ് പൈസ ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് എനിക്ക് വരുന്നത്. ബാലൻസ് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാതെ ഇരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും ഞാനങ്ങനെ ആലോചിച്ചു. 4:30 അപ്പോഴും ബാലൻസ് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഈ നോൾ കാർഡിൻ്റെ ഓൺലൈൻ കസ്റ്റമർ കെയറിലേക്ക് ഞാൻ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു കേട്ടോ. ഞാനിങ്ങനെ ബാലൻസ് 50 ദിർഹം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതുവരെ പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിളിച്ച് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അവരൊന്ന് ചെക്ക് ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മുടെ റൂം എത്താറായി. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ബാലൻസ് പെൻഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള മെഷീനിൽ പോയിട്ട് നിങ്ങളുടെ കാർഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓക്കെ, അപ്പോഴാണ് എനിക്കൊരു സമാധാനമായിട്ട്. അതുവരെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എങ്ങനെ തിരിച്ചു പോകുന്നു. കാരണം ഒന്നല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെക്കിങ് ഉണ്ടായിരിക്കും ബസ്സിൻ്റെ ഉള്ളിൽ. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചെക്കിങ് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ ബസ്സിൻ്റെ ഒരു ഡോർ ഇവരെ ക്ലോസ് ചെയ്യും, പിന്നെ ഒരു ഡോറിൽ കൂടെ മാത്രമേ ആൾക്കാർക്ക് എൻ്റർ ചെയ്യാനും പോകാനൊക്കെ പറ്റുള്ളൂ. എന്നിട്ട് ഈ ഇൻസ്പെക്ടർ വന്നിട്ട് എല്ലാവരും നോൾ കാർഡ് സ്കാൻ ചെയ്തിട്ട് ഇതിൽ എത്ര എമൗണ്ട് ഉണ്ട്, നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെയും ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും ടെൻഷൻ. ഞാൻ ഒരു 1-2 തവണ ഞാൻ പോയ ബസ്സിലും ഇതേപോലെ കുറച്ച് പേര് ബാലൻസ് ഇല്ലാണ്ട് അവർ നോൾ കാർഡ് ടാപ്പ് ചെയ്യാതെ അവരകത്ത് കയറി ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്ത് ഇവർ വന്ന് കണ്ടുപിടിച്ച് ലാസ്റ്റ് അവരെ ബസ്സിൻ്റെ പുറത്തേക്ക് ആക്കിയിട്ട് പിന്നെ എന്താ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 തവണ ഞാനത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് തോന്നുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്ത് ചെയ്യാമെന്നറിയാണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം 5 മണിയായപ്പോൾ ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഈ നോൾ കാർഡ് മെഷീനില്ല. അപ്പോൾ വേഗം അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് അവിടെ നിന്ന് നോൾ കാർഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ടപ്പോൾ അതിൽ 57 ദിർഹം അങ്ങനെ ബാലൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് ഉറപ്പ് വരുത്തണമല്ലോ, അതിന് വേണ്ടി ഞാൻ ഒന്നും കൂടി ഞാൻ ഓൺലൈൻ വഴി ചെക്ക് ചെയ്തു. അതിന് നമ്പർ വെച്ചിട്ട് നോൾ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നൗ അവൈലബിൾ ബാലൻസ് 57 ദിർഹം എന്ന് അവർ എഴുതിക്കാട്ട്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര ടെൻഷനായത്. മേ ബി കുറേ പേർക്ക് ഇത് അറിയായിരിക്കാം, പക്ഷേ എനിക്കിത് ആദ്യമായിട്ട് വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സംഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഓൺലൈൻ വഴി നമ്മുടെ നോൾ കാർഡ് റീചാർജ് ചെയ്താലും നമ്മുടെ മെഷീനിൽ പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ നോൾ കാർഡിലേക്ക് ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ബാലൻസ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. ഞാനത് വെച്ചിട്ടിരുന്നു. അപ്പോൾ ഞാൻ വന്നതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.